ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 27 ഞായറാഴ്ച. കേന്ദ്ര സർക്കാരുമായി ഡിസംബർ 29 ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കർഷക സംഘടനകൾ. സിംഗു അതിർത്തിയിൽ ചേർന്ന കർഷക സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനം. എന്നാൽ 4 നിബന്ധനകൾ കർഷക സംഘടനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. NDA സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി NDA വിട്ടു. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമങ്ങൾക്കെതിരായി സമരം ചെയ്യുന്ന കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തീരുമാനം. കർഷകർക്കെതിരായവർക്കൊപ്പം നിൽക്കാനാവില്ലെന്ന് RLP നേതാവ് ഹനുമാൻ ബിൽവാൽ പറഞ്ഞു. എല്ലാ ദിവസവും തന്നെ ജനാധിപത്യം പഠിപ്പിക്കാൻ വരുന്നവർക്കുള്ള കണ്ണാടിയാണ് ജമ്മു കാശ്മീർ ജില്ലാ വികസന കൗൺസിലിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ജനാധിപത്യമില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരോക്ഷ പ്രതികരണം. ഇന്ത്യയിൽ അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിക്കുന്ന ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിൻ ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനക്കയും സംയുക്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് ആയിരിക്കുമെന്ന് റിപ്പോർട്ട്. കോവിഷീൽഡിന് അടുത്ത ആഴ്ചയോടെ ഇന്ത്യയിൽ അടിയന്തരാനുമതി നൽകിയേക്കുമെന്നാണ് വിവരം. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ സമവായം തേടി BJP അടുത്ത ആഴ്ചകളിൽ പ്രഗത്ഭരെ ഉൾപ്പെടുത്തി 25 വെബിനാറുകൾ സംഘടിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞയാഴ്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ആലോചിക്കേണ്ടതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് അനിവാര്യമാണെന്നും മോദി പറഞ്ഞിരുന്നു. ജനുവരി 8 ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടു. ഇതിനിടയിൽ നിയമസഭാ സമ്മേളനത്തിന് അനുമതി നൽകാമെന്ന് ഗവർണർ ഉറപ്പു നൽകിയെന്ന് റിപ്പോർട്ടുകൾ. അതേസമയം പ്രമേയത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് ഗവർണർ വിശദീകരണം തേടിയിട്ടുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ട പരാജയത്തെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. നേതൃമാറ്റത്തെക്കുറിച്ച് നിലവിൽ ഒന്നും പറയുന്നില്ല എന്നും നേതൃമാറ്റം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും താരിഖ് അൻവർ. പാലക്കാട് തേങ്കുറിശ്ശിയിൽ ദുരഭിമാന കൊലയ്ക്കിരയായ അനീഷിന്റെ മരണകാരണം രക്തസ്രാവമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാലുകളിലെ ആഴത്തിലുള്ള മുറിവുകൾ രക്തം വാർന്നൊഴുകാൻ കാരണമായെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ കൊല്ലപ്പെട്ട അനീഷിന്റെ മൃതദേഹം ഇന്നലെ വൈകിട്ടോടെ സംസ്കരിച്ചു. അനീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യാപിതാവ് പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. സംസ്ഥാനത്ത് ഇന്നലെ 35,586 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 3,527 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 21 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,951. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 63 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3,106 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 324 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 34 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,782 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 63,752 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: കോഴിക്കോട് 522, മലപ്പുറം 513, എറണാകുളം 403, തൃശൂർ 377, കൊല്ലം 361, ആലപ്പുഴ 259, കോട്ടയം 250, തിരുവനന്തപുരം 202, പത്തനംതിട്ട 177, പാലക്കാട് 156, കണ്ണൂർ 120, വയനാട് 68, ഇടുക്കി 67, കാസർഗോഡ് 52. സംസ്ഥാനത്ത് ഇന്നലെ പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുമില്ല. നിലവിൽ ആകെ 463 ഹോട്ട്സ്പോട്ടുകൾ. നടൻ അനിൽ നെടുമങ്ങാടിന് അന്ത്യാഞ്ജലി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന മൃതദേഹം നെടുമങ്ങാട്ടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് തൃശൂരിൽ 9 പേരെ BJP പുറത്താക്കി. മുൻ കൗൺസിലർ ലളിതാംബിക ഉൾപ്പെടെയുള്ളവരാണ് പുറത്താക്കിയത്. 6 വർഷത്തേക്കാണ് അച്ചടക്ക നടപടി. BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന B. ഗോപാലകൃഷ്ണൻ തോറ്റ കുട്ടംകുളങ്ങര ഡിവിഷനിലെ സിറ്റിംഗ് കൗൺസിലറായിരുന്നു ലളിതാംബിക. കാരക്കോണം ത്രൈസ്യാപുരം സ്വദേശി ശാഖാകുമാരിയെ ബൽരാമപുരം പത്താങ്കല്ല് സ്വദേശി അരുൺ കൊലപ്പെടുത്തിയത് ഷോക്കടിപ്പിച്ചെന്ന് കുറ്റസമ്മതം. തന്നേക്കാൾ പ്രായമേറിയ ഭാര്യയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് അരുൺ ശാഖാകുമാരിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ക്രിസ്മസ് ട്രീയിലെ അലങ്കാര വിളക്കുകൾ ശരീരത്തിലാകെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന നിലയിലാണ് ഷാഖയെ അയൽ വീട്ടുകാർ കണ്ടത്. രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടൻ രജനീകാന്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് ആശുപത്രി അധികൃതർ. താരത്തെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയനാക്കി. പരിശോധനാ റിപ്പോർട്ടുകളും രാത്രിയിലെ രക്തസമ്മർദ്ദവും വിലയിരുത്തിയ ശേഷമേ ഡിസ്ചാർജ് തീരുമാനിക്കൂ എന്ന് അപ്പോളോ ആശുപത്രി അധികൃതർ. ശിവസേനയടക്കമുള്ള മുഴുവൻ BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് നയിക്കുന്ന UPAക്ക് പിന്നിൽ അണിനിരക്കണമെന്ന് ശിവസേന. BJPക്കെതിരെ കോൺഗ്രസ് ശക്തമായ പ്രതിപക്ഷമല്ലെന്ന് പാർട്ടി മുഖപത്രം സാമ്ന എഡിറ്റോറിയൽ എഴുതിയതിന് പിന്നാലെയാണ് UPAയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പാർട്ടി വക്താവ് സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചത്. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ മലയാളി യുവാവിനെ ജനക്കൂട്ടം അടിച്ചുകൊന്നു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി ദീപു ആണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് അരവിന്ദ് പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുച്ചിറപ്പള്ളിക്ക് സമീപം അല്ലൂരിലാണ് സംഭവം. മോഷ്ടാക്കളാണെന്ന് ആരോപിച്ചാണ് ദീപുവിനെയും അരവിന്ദിനെയും ജനക്കൂട്ടം മർദ്ദിച്ചത്. ജമ്മു കാശ്മീരിലെ ജില്ലാ വികസന കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് ടിക്കറ്റിൽ വിജയിച്ചവരെ മറ്റൊരു രാഷ്ട്രീയ സംഘടനയിൽ എത്തിക്കാൻ BJP സമ്മർദ്ദതന്ത്രം പയറ്റുന്നുവെന്ന ആരോപണവുമായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തിന്റെ ഉദാഹരണമായി കാശ്മീർ ജില്ലാ വികസന കൗൺസിൽ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണ് ഒമർ അബ്ദുള്ളയുടെ ആരോപണം. ജമ്മു കാശ്മീരിനും പഞ്ചാബിനും പുറമെ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തികൾ ഉപയോഗിക്കുന്നതായി BSFന്റെ റിപ്പോർട്ട്. ഈ വർഷം നുഴഞ്ഞുകയറ്റങ്ങളുടെ എണ്ണം വർദ്ധിച്ചതായും BSF റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയിൽ ഇന്നലെ 18,575 കോവിഡ് രോഗികൾ, മരണം 280. ഇതോടെ ആകെ മരണം 1,47,659. ഇതുവരെ 1,01,88,392 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 97.60 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 2.77 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 2,854 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 655 പേർക്കും പശ്ചിമ ബംഗാളിൽ 1,253 പേർക്കും കർണാടകയിൽ 857 പേർക്കും ആന്ധ്രയിൽ 282 പേർക്കും തമിഴ്നാട്ടിൽ 1,019 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 4,12,994 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,25,228 പേർക്കും ഇംഗ്ലണ്ടിൽ 34,693 പേർക്കും റഷ്യയിൽ 29,258 പേർക്കും രോഗം ബാധിച്ചു. 6,953 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,325 പേരും മെക്സിക്കോയിൽ 665 പേരും റഷ്യയിൽ 567 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 8.06 കോവിഡ് രോഗികളും 17.64 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് കോവിഡ് കാലത്ത് പോലും വൻ മുന്നേറ്റം നേടിയ മുകേഷ് അംബാനിക്ക് തിരിച്ചടി. ഇന്ത്യയിലെയും ഏഷ്യയിലെയും അതിസമ്പന്നരിലെ 1ാം സ്ഥാനം നിലനിർത്തിയെങ്കിലും ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യ 10ൽ നിന്ന് ഇദ്ദേഹം പുറത്തായി. ബ്ലൂംബെർഗ് ബില്യണയേഴ്സ് സൂചികയിൽ നിലവിൽ 11ാം സ്ഥാനത്താണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ. ആമസോൺ തലവൻ ജെഫ് ബെസോസ് തന്നെയാണ് പട്ടികയിൽ ഇപ്പോഴും 1ാമത്. ടെസ്ല CEO ഇലോൺ മസ്കാണ് 2ാമത്. മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ് 3ാമതാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആവേശകരമായ മത്സരത്തിൽ കരുത്തരായ ചെന്നൈയിൻ FCയെ സമനിലയിൽ തളച്ച് ഈസ്റ്റ് ബംഗാൾ. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ചെന്നൈയിന് വേണ്ടി
ചങ്തെ, റഹീം അലി എന്നിവർ ഗോൾ നേടിയപ്പോൾ ഈസ്റ്റ് ബംഗാളിനായി ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ മാറ്റി സ്റ്റെയിൻ ഇരട്ട ഗോളുകളുമായി തിളങ്ങി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.